അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, സ്നാപ്ചാറ്റിന് ഹോമിലുള്ള കുറച്ച് ഓപ്ഷൻസ് നോക്കാം. മെയിൻ ആയിട്ട് അവിടെ വരുന്നത് പറയുമ്പോൾ എൻക്വയറി, കസ്റ്റമർ എൻക്വയറി ചെയ്താൽ എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് സൈഡിന്റെ ലിങ്ക്, അതായത് നമ്മുടെ സ്റ്റോറിന്റെ ലിങ്ക് എങ്ങനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാൻ പറ്റുക. അങ്ങനെയുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ് നമ്മുടെ ഹോമിൽ വരുന്നത്. എന്തായാലും നമുക്ക് നേരെ ട്യൂട്ടോറിയൽ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹോം എത്തുന്നവരെയുള്ള എല്ലാ ഓപ്ഷൻസും പറഞ്ഞിരുന്നു. അപ്പോൾ ഹോം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇവിടെ കാണാൻ പറ്റുക എന്ന് പറയുമ്പോൾ സ്റ്റോർ ഐ ഡി കാണാൻ കഴിയും. അപ്പോൾ ഇത് സ്റ്റോർ ഐ ഡി ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് സൈഡിന്റെ ലിങ്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലോട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്കിലോട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് സൈഡിന്റെ ലിങ്കും ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ ഞാൻ പറഞ്ഞു സ്നാപ്ചാറ്റ് വർക്ക് ചെയ്യുന്നത് പറയുമ്പോൾ രണ്ട് സൈഡായിട്ടാണ്, അഡ്മിൻ സൈഡും അതേപോലെ തന്നെ വെബ്സൈറ്റ് സൈഡും. ഈ വെബ്സൈറ്റ് സൈഡിന്റെ ലിങ്കാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് നമ്മൾ എപ്പോഴും നമ്മൾ കസ്റ്റമേഴ്സിലോട്ടൊക്കെ നമ്മൾ ഷെയർ ചെയ്യുക. അത് പറയുമ്പോൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാനൊക്കെ അവിടെ നിന്നാണ്, വെബ്സൈറ്റ് സൈഡിൽ നിന്നാണ് പറ്റുക. അഡ്മിൻ സൈഡിൽ നിന്ന് അവിടേക്കുള്ള പ്രൊഡക്റ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യലാണ്, അത് നമ്മൾ അഡ്മിൻ സൈഡിൽ നിന്നാണ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും പ്രൊഡക്റ്റ് കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഡിസൈൻ കാര്യങ്ങൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഒക്കെ നമ്മൾ അടുത്ത വീഡിയോസ് അതിന് ട്യൂട്ടോറിയലിൽ വരാം. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ വെബ്സൈറ്റ് സൈഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഒന്നെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടും വെബ്സൈറ്റ് സൈഡ് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ ഈ മുകളിലുള്ള ഗ്ലോബ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടും വെബ്സൈറ്റ് സൈഡ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഫോണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ സ്ക്രീനിലാണെങ്കിലും ഈ ഒരു ഗ്ലോബ് ഐക്കൺ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, വെബ്സൈറ്റ് സൈഡ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഡെമോ പ്രോഡക്ട്സ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വീണ്ടും അഡ്മിൻ സൈഡിൽ പോകണമെങ്കിൽ മുകളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടാബ് ക്ലിക്ക് ചെയ്തിട്ട് അഡ്മിൻ സൈഡിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, എൻക്വയറീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻക്വയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കാണാം നോ എൻക്വയറി ഫൗണ്ട്, ആരും ഒന്നും എൻക്വയറി ചെയ്തിട്ടില്ല. ഇവിടേക്കുള്ള എൻക്വയറി വരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ വെബ്സൈറ്റ് സൈഡിൽ പോകാം. മുകളിൽ പോയിട്ട് നമ്മൾ വെബ്സൈറ്റ് സൈഡിൽ പോകാം. ഇവിടെ കോൺടാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് മുകളിൽ നിന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരികയാണെങ്കിൽ ഇവിടെ കോൺടാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ആരെങ്കിലും എന്തെങ്കിലും സംശയം, കസ്റ്റമർ എന്തെങ്കിലും സംശയം, ഇപ്പോൾ ഞാനാണെങ്കിൽ ഞാൻ ജസ്റ്റ് എൻ്റെ പേരടിച്ച് അതേപോലെ മെയിലടിച്ച് എൻ്റെ നമ്പർ അടിച്ച് പിന്നൊരു മെസ്സേജ്, ഐ ഹാവ് എ കൺഫ്യൂഷൻ റിഗാർഡിങ് എ പ്രൊഡക്റ്റ്, പ്ലീസ് കോൾ മീ, ഇങ്ങനെ അടിച്ചിട്ട് സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ് എന്ത് ചെയ്യും, ഈ എൻക്വയറീസിൽ വന്ന് കിടക്കും. അതായത് ഇവിടെ കാണാം, അപ്പോൾ ഒന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ അഡ്മിൻ സൈഡിലുള്ള ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഓണർക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ഈ ഒരു മെസ്സേജ് കാണാൻ പറ്റും. ഈ ഒരു മെസ്സേജ് ആരാണ് അയച്ചത്, അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓപ്ഷനാണ് എൻക്വയറി എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, ടോട്ടൽ സെയിൽ എത്രയാണ് നമ്മളിൽ വന്നിട്ടുള്ളത്, ടോട്ടൽ അത് റുപ്പീസിൽ, പിന്നെ എത്ര ഓർഡർ നമുക്ക് ഇതുവരെ വന്നിട്ടുണ്ട്, നമ്മളെ വെബ്സൈറ്റിലേക്കുള്ള യൂസർ വിസിറ്റ് എത്ര എന്നുള്ളത് കാണാം. അപ്പോൾ ഞാൻ മാത്രമാണ് എൻ്റെ വെബ്സൈറ്റ് എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഒന്നെന്നുള്ളത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്ര ഓപ്ഷൻസ് ആണ് നമ്മളെ ഹോമിലുള്ളത്. പിന്നെ അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡിസൈൻ്റെ കാര്യങ്ങളാണ് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിസൈൻ്റെ ഇതാണെങ്കിൽ ഹോമിൻ്റെ തൊട്ടടിയിൽ ഡിസൈൻ എന്നിട്ട് ഓപ്ഷൻ കാണാം. ഇപ്പോൾ അവിടെ തൊട്ടടിയിൽ തന്നെ റൈറ്റ് സൈഡിൽ ക്വിക്ക് ഗൈഡ് ആണ്. ആ ക്വിക്ക് ഗൈഡ് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡിസൈൻ്റെ ക്വിക്ക് വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഫോണിലാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ സ്ക്രീനിൽ അതേപോലെ ഒരു 3 ബാർ ടോപ്പ് ലെഫ്റ്റ് സൈഡിൽ വരും. അത് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ഡിസൈനിലേക്കും ഹോമിലേക്കും പ്രൊഡക്ട്സിലേക്കൊക്കെ ബ്രൗസ് ചെയ്യുക. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസൈൻ്റെ ട്യൂട്ടോറിയൽ വരാം. അപ്പോൾ ആ വീഡിയോയിൽ കാണാം. ബൈ.